പിന്നെ സ്റ്റാർട്ടിംഗ് ഒരു 2000 രൂപയിൽ സ്റ്റാർട്ടിംഗ്. ഈ വാക്യൂം ക്ലീനറിനാണ് 600 രൂപ റേറ്റ് പറഞ്ഞത്. കണ്ടോ, നല്ല തറയൊക്കെ അടിച്ചു വരുന്നുണ്ട് ഐറ്റം. സ്റ്റാർട്ടിംഗ് ഒക്കെ 300 രൂപ റേറ്റ് ആണ് വന്നേക്കുന്നത്. 200 ഉണ്ട്. സെറ്റ് സ്റ്റാർട്ടിംഗ് 200 ആണ്. പിന്നെ 305, 12, 160 ദിവസം റേറ്റ് ഒക്കെ ഉണ്ടാവും. 2000 കൊടുത്തേക്കുന്നത്. ഇത് റേഡിയോ, ഇതിലൂടെ തീയ ഉള്ളിൽ തീ പോലെ കാണാം. ഇതില് പിന്നെ പുകയെല്ലാം വരുന്നുണ്ട്. ട്രിമ്മർ, ബ്ലൂടൂത്ത്, അതിന്റെയൊക്കെ നല്ല കളക്ഷനുകളാണ് വന്നേക്കുന്നത്. ഇവിടെയൊക്കെ വെറൈറ്റി മോഡലുള്ള വാച്ചുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങോട്ട് പാന്റിന്റെ കളക്ഷനുകളാണ് വന്നേക്കുന്നത്. 200 രൂപയുടെ പാന്റുകളൊക്കെയാണ് ഇതൊക്കെ. അപ്പൊ പ്ലാസ്റ്റിക് പാത്രത്തിന്റെ ഒക്കെ നല്ല കളക്ഷനുകളുണ്ട്. ഇതൊക്കെ 20 രൂപ റേറ്റ് ആണ് വന്നേക്കുന്നത്. അപ്പൊ ഈ നമ്മുടെ മാർക്കറ്റിൽ വന്ന എന്ത് ഐറ്റംസും കിട്ടും, അതിനുള്ളൊരു തെളിവാണ്. ഫുഡ് ഐറ്റംസും ഉണ്ട്. ഇതൊക്കെ എങ്ങനെ കിലോ 220. അപ്പൊ ഗൈസ്, ഇന്ന് ഞാനുള്ളത് നമ്മുടെ തിരൂർ ഗൾഫ് ബസാറിലാണ്. തിരൂർ ഗൾഫ് ബസാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ റേറ്റ് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്പോട്ടാണ്. നമ്മളിപ്പോ കടയിൽ നിന്നൊക്കെ ഒരു 500 രൂപയ്ക്കൊക്കെ മേടിക്കുന്ന ഷർട്ടൊക്കെ ഇവിടെ വന്ന ഒരു 100, 200 ആ റേറ്റിലൊക്കെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. പരിവാര കച്ചവടക്കാരാണ് കൂടുതലുള്ളത്. നമുക്കിനി റേറ്റും കാര്യങ്ങളും ചോദിച്ചു പോവാൻ. അപ്പൊ നമുക്ക് ജീൻസിനൊക്കെ പാന്റിന് നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട്. പാന്റിന്റെ ഒക്കെ റേറ്റ് ഒന്ന് ചോദിച്ചു പോവാം. പാന്റൊക്കെ എത്രയാ? ഇപ്പൊ പാന്റൊക്കെ 300 രൂപ റേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ഓണം അടുപ്പിച്ച് ഒരുപാട് കളക്ഷനാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഷർട്ടിന്റെ ഒക്കെ ഒത്തിരി കളക്ഷൻ ഉണ്ട്. ഒരുപാട് കളക്ഷനുകളുണ്ട് കേട്ടോ ഇവിടെ. ഇപ്പൊ ഷർട്ടൊക്കെ എത്രയാ? 300 അല്ലേ? ഷർട്ടൊക്കെ 300 ആണ്. ഷർട്ടൊക്കെ 300 ആണ് റേറ്റ് വന്നേക്കണേ. അപ്പൊ ഇങ്ങോട്ട് ഷർട്ടിന്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഷർട്ടുകളൊക്കെ വെറൈറ്റി മോഡലിലെ കളക്ഷൻ ആണ്. 300 രൂപയാണ് റേറ്റ് വന്നത്. നമ്മളിപ്പോ ഷോപ്പിനൊക്കെ ഒരു 500 രൂപ റേറ്റ് പറയുന്ന ഷർട്ടുകളാണ് 300 രൂപ റേറ്റ് വന്നേക്കണേ. ആ ഷർട്ടും കൂടെ വീട്ടിക്ക് അടിപൊളി ഷർട്ടുകളാണ്. അതായത് പൂക്കൾ വെച്ചിട്ടുള്ള പ്രിന്റിന്റെ മോഡൽ വരുന്നുണ്ട്. ചെക്കിന്റെ മോഡൽ ഒക്കെ കുറെ വരുന്നുണ്ട്. ജീൻസ് ഒക്കെ എത്ര? ഇപ്പൊ ജീൻസ് ഒക്കെ റേറ്റ് വന്നേക്കുന്നത് 500 ആണ്. ഇതിലെ ഷാറേജ് ജീൻസാണ്. ജീൻസിനൊക്കെ പറ്റിയ മോഡലാണ്. ഇതൊക്കെ നമ്മളൊരു പുറത്തെ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ 850 റേറ്റ് ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെയാണ് 500 രൂപ റേറ്റ് വന്നേക്കുന്നത്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ അതേ ടീഷർട്ടിന്റെ ഒരുപാട് കളക്ഷനുകളുണ്ട്. ടീഷർട്ടൊക്കെ എത്ര? സ്റ്റാർട്ടിങ് രണ്ടെണ്ണം. ഇപ്പൊ 2 ടീഷർട്ടൊക്കെ 100 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് റേറ്റ് തന്നെ വന്നേക്കണേ. വെറൈറ്റി മോഡലിലെ കളക്ഷനുകളാണ് വന്നേക്കണേ. അപ്പൊ ഷർട്ടൊക്കെ 300 രൂപ റേറ്റ് ആണ്. ഷർട്ടിന്റെ മോഡലുകളൊക്കെയാണ്. ഇങ്ങോട്ട് അടുപ്പിച്ചടുപ്പിച്ച് ഷർട്ടിന്റെ കളക്ഷനാണ് വന്നേക്കണേ. പിന്നെ ഇങ്ങോട്ട് ടീഷർട്ടിന്റെ ഒരുപാട് മോഡൽ കളക്ഷനുകളുണ്ട്. അപ്പൊ ഇച്ചിരി ബ്രാൻഡഡ് ആയിട്ടുള്ള വാച്ചുകളൊക്കെ ഉണ്ട്. ഒരു വാച്ചിന്റെ റേറ്റ് നമുക്ക് ചോദിച്ചു നോക്കാം. ഇപ്പൊ 600 ആണ്. അപ്പൊ ഇങ്ങോട്ട് പാന്റിന്റെ കളക്ഷനുകളാണ് വന്നേക്കണേ. 200 രൂപന്റെ പാന്റുകളൊക്കെയാണ് ഇതൊക്കെ. നല്ല പാന്റുകളാണ്. അപ്പൊ ടീഷർട്ടൊക്കെ റേറ്റ് വന്നേക്കണം 100 രൂപ റേറ്റ് ആണ്. 2 ബലാസ പാന്റ് ഒക്കെ റേറ്റ് വന്നേക്കണം 150 രൂപ റേറ്റ് ആണ്. എങ്ങനെ ഷർട്ടൊക്കെ എങ്ങനെ? അടിപൊളി വെള്ള ഷർട്ടൊക്കെ ആണല്ലോ. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ടുകളാണ്. ഒറ്റ കളറൊക്കെ അടിപൊളിയല്ലേ? അപ്പൊ വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ. അപ്പൊ ജീൻസ് ഒക്കെ എത്ര? ഏതെടുത്താലും 500 അല്ലേ? പിന്നെ ഇതോ? അപ്പൊ അതെ ഇങ്ങോട്ട് വരുമ്പോ ബ്ലൂടൂത്ത് അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് ഇല്ലേ, അതിന്റെയൊക്കെ നല്ല കളക്ഷനുകളുണ്ട്. പിന്നെ അങ്ങോട്ട് കൂടുതൽ വന്നേക്കണ വാച്ച് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കൂടുതൽ വന്നേക്കണത്. ഇങ്ങോട്ടൊക്കെ ഷർട്ടിന്റെ ഇതൊക്കെയാണ്. അപ്പൊ നമുക്ക് റേറ്റ് ഒന്ന് ജസ്റ്റ് ചോദിച്ചു പോവാൻ. ബ്ലൂടൂത്ത് ഒക്കെ എങ്ങനെ? ഈ ടോർച്ചോ? സ്പീക്കർ അല്ല, അതെത്ര? ഇതൊക്കെ 500 ആണ് റേറ്റ് വന്നേക്കണത്. ഈ സോളാർ ലൈറ്റിനോ? 400 അല്ലേ? 400 രൂപ ലൈറ്റുള്ള ടൈപ്പ്. ട്രിമ്മറൊക്കെ 300, 600. അത് കുറച്ച് നല്ല ടൈപ്പാണ്. 1200. പിന്നെ ഇതൊക്കെയോ? അതൊക്കെ 400 രൂപ. ഒരുപാട് അപ്പൊ ഇങ്ങോട്ടൊക്കെ ട്രിമ്മർ, ബ്ലൂടൂത്ത് അതിന്റെയൊക്കെ നല്ല കളക്ഷനുകളാണ് വന്നേക്കണേ. ഇവിടെയൊക്കെ വെറൈറ്റി മോഡലുള്ള വാച്ചുകളൊക്കെ ഉണ്ട്. എങ്ങനെയാ റേറ്റ്? എങ്ങനെയാ ഡ്രസ്സൊക്കെ? 400, 500, 300 ഒക്കെ ഉണ്ടാവും. ഇതൊക്കെയോ? അതൊക്കെ 700 ആണ്. 700 അല്ലേ?
അപ്പൊ തിരൂര് വന്ന യൂസ്ഡ് ഫോണിന്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. എങ്ങനെയൊക്കെ റേറ്റ് ഒക്കെ ഒന്ന് പറ. ഇതൊക്കെ റേറ്റ് എല്ലാം ഇപ്പൊ എല്ലാം റേറ്റ് എല്ലാം കൂടി കഴിഞ്ഞു. പുതിയ ഫോണിനെല്ലാം റേറ്റ് കൂടി, സെക്കൻഡ് റേറ്റ് കൂടി, കിട്ടാനില്ലാത്തൊരവസ്ഥ. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ നിൽക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ് എത്ര? പിന്നെ സ്റ്റാർട്ടിങ് ഒരു 2000 രൂപയിൽ സ്റ്റാർട്ടിങ് തുടങ്ങി. സാംസങ്ങിന്റെ J7 ഇത് 3000 രൂപ, അത് 3000, 3200, 3300 ഇങ്ങനെ ആ 3000 റേഞ്ചിൽ പോകും. പിന്നെ ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് ഏകദേശം 8500 5G വിവോ, ഇത് 8 ഇങ്ങനെ 5G ഫോണ്. പിന്നെയുള്ള നല്ല റാം കൂടിയ ഫോണുകളൊക്കെ 5, 6 ഇങ്ങനെ ആ റേറ്റിൽ പോകുന്നുണ്ട്. ഇത് റേഡിയോ, ഇതിലൂടെ തീയ ഉള്ളില് തീ പോലെ കാണാം. ഇതില് പിന്നെ പുകയെല്ലാം വരുന്നുണ്ട്, പുകയെല്ലാം ഉണ്ട്. രാത്രിയാകുമ്പോ വിൽക്കാനല്ലോ. ഇത് 1800. റേഡിയോ, ബ്ലൂടൂത്ത് വർക്ക് ചെയ്യും എല്ലാം. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെയാണ് ഉള്ളത്. എങ്ങനെ ഇതൊക്കെ എങ്ങനെയാ റേറ്റ്? അത് ഹെഡ്സെറ്റ് ആണ്, അത് 150, 100 ആ റേഞ്ച്. ബോട്ടിന്റെ അതേപോലെ ഇതൊക്കെ 400 ആ റേഞ്ച് വരുള്ളൂ. 400 ഉള്ളല്ലേ? 400 റേഞ്ച്. ബ്ലൂടൂത്ത് 900 വരും. ഇവിടെ 150, ബോട്ട് 90. ഇങ്ങോട്ട് വന്നപ്പോ വലിയ ടാർപ്പുകളൊക്കെ ഉണ്ട്. ടാർപ്പിന്റെ ഒത്തിരി കളക്ഷനുകളുണ്ട്. ഈ മഴ സമയത്ത് പിന്നെ ടാർപ്പൊക്കെ ആവശ്യമാണല്ലോ. നമുക്കിപ്പോ ഒരു വണ്ടി ഇടാനായാലും ഈ കാർ പോർച്ച് ഒന്നും ഇല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ഇതൊക്കെ അത്യാവശ്യമുള്ള ഐറ്റംസ് തന്നെയാണല്ലോ. അപ്പൊ ടാർപ്പൊക്കെ എങ്ങനെയാ റേറ്റ്? 500 അല്ലേ സ്റ്റാർട്ടിങ്? 15 GSM അല്ലേ? 250. ഇതെങ്ങനെ റേറ്റ്? 1000 രൂപ അല്ലേ? ഓക്കെ ഓക്കെ ആണല്ലേ. 4000 രൂപേന്റെ ഒക്കെയാണ് റേറ്റ്. 1000 രൂപേന്റെ ഐറ്റം ആണ്. ഇതാണ് നമ്മൾ 1000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കണത്. അപ്പൊ ഇവിടെ കൂടുതൽ വരിയോര കച്ചവടക്കാർ തന്നെയാണ്. ഡ്രസ്സിന്റെ ഒക്കെ നല്ല കളക്ഷനുകളുണ്ട്. ഇതൊക്കെ വില കുറവല്ലേ, 100 രൂപ ഉള്ളൂ. ഒക്കെ 100. എല്ലാം 100, എല്ലാം 100, എല്ലാം 100, എല്ലാം 100. ജേഴ്സി 100, ജേഴ്സി 100. 350 കിട്ടിയ ജേഴ്സികളാ 100 രൂപ കൊടുക്കും. 100. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ ചെരുപ്പിന്റെ ഒരുപാട് കളക്ഷനുകളുണ്ട്. ചെരുപ്പൊക്കെ 100 ഒക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നേക്കണത്. അപ്പൊ നമുക്ക് ചെരുപ്പിന്റെ റേറ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ഇപ്പൊ ചെരുപ്പൊക്കെ എത്ര റേറ്റ്? 100 സ്റ്റാർട്ടിങ് അല്ലേ? 100 തുടങ്ങിയിട്ടുള്ള ചെരുപ്പുകളല്ലേ? അപ്പൊ ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള കളക്ഷനുകളൊക്കെ തന്നെയാണ്. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ പില്ലോന്റെ കളക്ഷനൊക്കെ കണ്ടേ. റേറ്റ് 100 അല്ലേ? അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ ഈ കുട്ടികളുടെ ഒക്കെ കളിപ്പാട്ടങ്ങളില്ലേ, ട്രെൻഡ് ആയിട്ടുള്ള ഐറ്റംസുകൾ തന്നെയാണ്. ഇതിന്റെ റേറ്റ് നമുക്കൊന്ന് ചോദിച്ചു. റേറ്റ് എത്ര? 150. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ ഇങ്ങനെ കളിപ്പാട്ടങ്ങൾ ഇതൊക്കെ ഇപ്പൊ ഇൻസ്റ്റയിൽ അത്യാവശ്യം ട്രെൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് റേറ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ഇതൊക്കെ ഇപ്പൊ ഇൻസ്റ്റയില് നല്ലപോലെ കളിക്കുന്ന ഐറ്റംസുകൾ തന്നെയാണ്. ഇതൊക്കെ റേറ്റ് എത്ര? 200 രൂപ. 200 അല്ലേ? ഇതോ 200. ഓക്കെ ഓക്കെ. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ പിന്നെ കുറെ സാധനങ്ങൾ ഐറ്റംസ്, പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ഐറ്റംസ് ആണ്. ഇത് ആ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി വരുന്ന ആ ഭാഗമാണ്. അപ്പൊ ബാഗിന്റെ ഒക്കെ കളക്ഷനുകളുണ്ട്. നമുക്ക് ബാഗിന്റെ റേറ്റ് ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കി പോവാവേ. ഇവിടെ കുറെ ബാഗിന്റെ കളക്ഷനുകളുണ്ട്. അപ്പൊ നമുക്ക് റേറ്റും കാര്യങ്ങളും ഒന്ന് ചോദിച്ചു നോക്കാം. ഇതിന് 700 രൂപ, ഇതിന് 400, ഇത് 400, ഇത് 500, ഇത് 700. പിന്നെ ഇതൊക്കെ നമ്മള് 500. എല്ലാത്തിന്റെ ഒരു വർഷം വാറന്റി ഉണ്ടാവും. നമ്മൾ അടിക്കുന്ന ഐറ്റാളാ. പിന്നെ ഇതൊക്കെ 2000 രൂപ, ഇതൊക്കെ 2000 രൂപ ഏറ്റവും ലാർജ്. ഇത് ചെറുത് 1400. പിന്നെ ഇത് മീഡിയം സൈസ് 1750. ഹെവി സാധനം. 2000 രൂപേന്റെ ഐറ്റംസ്. അതേ കൂടുതൽ പോയാലേ ഉള്ളൂ അല്ലേ? അതൊക്കെയാണ് നമ്മള് ചെറിയ. അതന്നെ
നമ്മള് മാങ്കാവില്ലേ, മാങ്കാവ് കോഴിക്കോട് അവിടെ അടിക്കല്. പിന്നെ മിഠായിത്തേരില് നമ്മള് പീടിയ. കോഴിക്കോട്. ആ 1 year വാറന്റി. ഓ ഓ എല്ലാത്തിന്റെ. ഇങ്ങോട്ട് വന്നപ്പോ ഷൂസിന്റെ കളക്ഷൻ ഉണ്ട്. റേറ്റ് എങ്ങനെ? ഷൂസ് റേറ്റ് റേറ്റ് 400, 450, 300, 350. ഈ ഷൂസ് ഒക്കെയോ? ഇതൊക്കെ 300. ആ മിക്സ് മിക്സ്ഡ്. അപ്പൊ കളക്ഷനുകൾ ഇനിയും ഉണ്ടല്ലേ? ഇനി കൂടുതൽ കളക്ഷനുകൾ എടുക്കാനുണ്ട് അല്ലേ? ഡെയിലി അസ്തെറ്റിക്സിന്റെ സർപ്ലസ് ആണ് 250 രൂപ മാത്രം ഉണ്ടാവും. 250 അല്ലേ? ഡെയിലി അസ്തെറ്റിക്സ് മെറ്റീരിയൽ അതെ അതെ, നല്ല മെറ്റീരിയൽ ആണ്. ഇത് ശരിക്കും നമുക്ക് തണുപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് അല്ലേ? ഏതെടുത്താലും 250. ഇതൊക്കെ ഒരു 500 രൂപേന്റെ ഒക്കെ ഐറ്റംസ് ആണ്. നമ്മൾ കടയിൽ പോയാൽ ഒരു 500 രൂപ റേറ്റ് ഒക്കെ. 500 പറയില്ലേ, ഡെയിലി അസ്തെറ്റിക് ബ്രാൻഡഡ് സാധനം. എത്ര പറഞ്ഞു? ഇത് യൂറോപ്യൻ കൺട്രീസിൽ മാത്രം സെയിൽ എടുക്കുന്ന സാധനം. ഡെയിലി അസ്തെറ്റിക് നല്ല ബ്രാൻഡാണ്, നല്ല ബ്രാൻഡാണ്. യൂറോപ്യൻ കൺട്രീസിൽ മാത്രമേ സെയിലിംഗ് ഉണ്ടാവുള്ളൂ. ഇതിൽ ഇന്ത്യയിൽ സ്റ്റിച്ചിങ് നടക്കുന്നുണ്ട്. അതിന്റെ സർപ്ലസ് ആയിട്ടാണ് 250 രൂപ മാത്രം ഉണ്ടാവുള്ളൂ. 3,500 ആണ് യൂറോപ്യൻ സെയിൽ വരിക എമൗണ്ട്. അപ്പൊ ഈ നമ്മുടെ മാർക്കറ്റിൽ വന്ന എന്ത് ഐറ്റംസും കിട്ടും, അതിനുള്ളൊരു തെളിവാണ്. ഫുഡ് ഐറ്റംസും ഉണ്ട്. ഇതൊക്കെ എങ്ങനെ? കിലോ 220. 220 500 ഗ്രാം. 110. ഇത് കൊറിയർ ചെയ്യുമോ? ഓ ചെയ്യാലോ. നമ്പർ ഒന്ന് പറഞ്ഞു. 9961 252122. ഹോംമെയ്ഡ് ചെയ്യാനാണ്. പക്ഷെ ശർക്കരവരട്ടി ഒക്കെ ഉണ്ടല്ലേ? ഇതൊക്കെ അല്ലേ? വേറെ റേറ്റ് തന്നെ വെറും 110 ഇതൊക്കെ എങ്ങനെയൊക്കെ? ചെറുത് വലുതൊക്കെ ഉണ്ട്. സ്റ്റാർട്ടിങ് 300 മുതൽ. ഏറ്റവും സ്റ്റാർട്ടിങ് 200 ആണ്. പിന്നെ 300. പിന്നെ ക്വാളിറ്റി കൂടി 250 GSM. കുറച്ച് കൂടിയതാ. ഇപ്പൊ വാടകയ്ക്ക് എടുക്കൂലേ, അവര് 250 GSM. സാധാരണ നമ്മള് ഷോപ്പിൽ വരെ 90, 120, 150 അങ്ങനെ വരും. കുറച്ച് ക്വാളിറ്റി കൂടിയ ഐറ്റംസ് ആണ്. ഇത് ഉള്ളില് വൈറ്റ് വരും. നമ്മള് കെട്ടുമ്പോളെ ഉള്ളില് വൈറ്റ്, പുറത്ത് ബ്ലാക്ക് ആണ്. വൈറ്റ് ആകുമ്പോ ചൂടുണ്ടാവില്ല. അതിന് ക്വാളിറ്റി കുറച്ചുകൂടെ കുറയും. 160 GSM. 160 എന്ന് പറഞ്ഞാൽ അതിനേക്കാളും താഴെയാണ്. പക്ഷെ അതിന്റെ താഴേക്ക് പിന്നെ വരുന്നുണ്ട്. ഇത് 15, 12, 700 ഉള്ളൂ. റേറ്റ് ഒക്കെ വരുന്നിട്ട് അത് 18, 15. 700 വരും. 700 ഇതല്ലേ? ഇത് 15, 12, 160 GSM. റേറ്റ് ഒക്കെ ഉണ്ടാവും. 2000 രൂപ കൊടുത്തേക്കണത്. പക്ഷെ 700 റേറ്റ് അല്ലേ വന്നേക്കണേ? നമ്പർ ഒന്ന് പറഞ്ഞേക്കോ? 9847 741803. ഇവിടെ കുറെ ഐറ്റംസ് ഉണ്ട്. വാക്യൂം ക്ലീനർ വരെ ഉണ്ടല്ലേ? അപ്പൊ ഇതൊക്കെ 600 രൂപ വരുന്നുണ്ട്. 600 അല്ലേ? അപ്പൊ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വാക്യൂം ക്ലീനർ ഇതൊക്കെ റേറ്റ് ആണ്. അപ്പൊ ഇതൊക്കെയോ? അതൊക്കെ 350, 400, 500 പല റേറ്റും ഉണ്ട്. ലൈറ്റോ? ഇതൊക്കെ 350. 350 ലൈറ്റ് അല്ലേ? അപ്പൊ ചാർജർ ടേബിൾ ഹെഡ്സെറ്റ് ഒക്കെ ഉണ്ട് 100 രൂപ വരുന്നത്. 100 അല്ലേ? ഫാനോ? ഫാൻ അത് 350 രൂപ. എല്ലിന്റെ ബഡ്ജറ്റ് ഇതിന്റെ റേറ്റ് 350 രൂപ. 350 അല്ലേ? ഇത് ബ്രാൻഡഡ് ആയിട്ടുള്ള എഴുതിയിട്ടുണ്ട്. റിയൽമിന്റെ കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഷോപ്പിൽ പോയതിന് നല്ല റേഞ്ച് വരുന്നുണ്ട്. പിന്നെ ഇതോ? അതാകുമ്പോ ഒരു 400, 350 ആ റേഞ്ചിന് അല്ലേ? നിങ്ങളുടെ ഷോപ്പ് ഇവിടെ തന്നെ? അതാ ഷോപ്പിൽ അതല്ലേ? നമ്പർ ഇതൊക്കെയോ? ഇതാകുമ്പോ 200 രൂപ. 200 അല്ലേ? ഈ വാക്യൂം ക്ലീനറിനാണ് 600 രൂപ റേറ്റ് പറഞ്ഞത്. കണ്ടോ, നല്ല തറയൊക്കെ അടിച്ചു വാരുന്നുണ്ട് ഐറ്റം. മിസിലിന്റെ ചെയിൻസോ ഒക്കെ വരുന്നുണ്ട്. ഇതിനൊക്കെ റേറ്റ് വന്നേക്കണ 1200 രൂപ റേറ്റ് ആണ്. ഇത് ബാറ്ററിൽ ഓടുന്നതാണ്. ഇതിനൊക്കെ റേറ്റ് വന്നേക്കണ 1500 രൂപ റേറ്റ് ആണ്. ഈ വാക്യൂം ക്ലീനറോ? ഇതൊക്കെ 750 രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഈ കമ്പിളിപ്പതിപ്പൊക്കെ കണ്ടില്ലേ? ഇത് ഒരുപാട് വെറൈറ്റി മോഡലിലെ കമ്പിളിപ്പതിപ്പുകളാണ്. ഇതൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഒരു 1000 രൂപ റേറ്റ് ഒക്കെ വരുന്നുണ്ട്. ഇതിനൊക്കെ റേറ്റ് വന്നിങ്ങനെ വെറും 450 രൂപ റേറ്റ് ആണ്. ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുന്ന ഐറ്റം ആണ്. അതെ അതെ, അതിന്റെ ഒരു ഡെമോ ഉണ്ട്. ഓക്കെ ഓക്കെ. ഇതിന് പുറമെ ഇതെന്താ? കൈന്റെ ഹാൻഡ് ഗ്രിപ്പ്, ഹാൻഡ് ഗ്രിപ്പ്. ജിമ്മാണ്.
ഓക്കെ ആ ആ ജിമ്മാണ്. എല്ലാരും ആക്കണ്ടേ, കയ്യിൽ തരിപ്പ്, സൈഡ് ഷോക്ക് മാറും. ഒന്നും വരില്ല. നല്ല സാധനമാണ്, ചാർജ് ചെയ്യണ്ട, എല്ലാരും ആക്കണ്ട. ചാർജബിൾ അല്ല അതിന്റെ കൂടെ ചാർജബിൾ ആ അങ്ങനെ അതിന്റെ കൂടെ മസാജർ അല്ലേ? ഇത് എത്രയാ? 120. ഓക്കെ നല്ല സാധനം, ചാർജ് ചെയ്യണ്ട, ബാറ്ററി ഉണ്ട്, കയ്യിൽ തരിപ്പ്. ഈ ചെരുപ്പൊക്കെ ഇല്ലേ, ഇതൊക്കെ കടയിൽ നമ്മളൊരു 1500 റേറ്റ് ഒക്കെ വരുന്ന ചെരുപ്പുകളാണ്. ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കണ ഒരു 500 രൂപയുടെ ഒക്കെ ലെതർ ടൈപ്പ് ചെരുപ്പാണ്. ഇതൊക്കെ 300 രൂപ റേറ്റിലാണ് ഇവരുടെ അടുത്തുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസുകൾ തന്നെ ചെറിയ റേറ്റ് നമുക്ക് വാങ്ങിക്കാം. അതെ, വരിയോര കച്ചവടക്കാരുടെ കയ്യിലതേ ഈ സോളാർ ലൈറ്റിനൊക്കെ റേറ്റ് വന്നേക്കണേ 200 രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ബൾബൊക്കെ 100 അല്ലേ? 100 രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണേ. ഇനി തിരൂര് നല്ല തിരക്കുണ്ട്. വെള്ളിയാഴ്ച മാർക്കറ്റ് പറയേണ്ട കാര്യമില്ലല്ലോ, അത്യാവശ്യം നല്ല തിരക്കുള്ള ഏരിയ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നല്ല അഫോർഡബിൾ റേറ്റിൽ തന്നെ നമുക്ക് ഇവിടെ ഉള്ള സാധനങ്ങൾ ശരിക്കും വാങ്ങിക്കാം. അതുപോലെ വരിയോര കച്ചവടക്കാരും അതുപോലെ ക്വാളിറ്റി ഉള്ള നമ്മളിപ്പോ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നല്ല ഐറ്റംസുകൾ തന്നെയാണ് റേറ്റ് കുറവ് ഇവർ കൊടുക്കുന്നത്.